സോറി, എന്താണെന്ന് അറിയത്തില്ല, ലൈവ് കട്ടായിപ്പോയി. ഓക്കെ, ദൈവം ഇന്ന് രാത്രി നമ്മെ ഒരുമിച്ച് അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്ക് മടങ്ങി വരാം. ഇവിടെ ഇന്ന് രാത്രിത്തെ ഈ വിഷയത്തോടനുബന്ധിച്ച് ഇന്ന് രാത്രി ചില ചിന്തകൾ വേഗത്തിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ പ്രതിസന്ധിക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന ഒരു സംഭവത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. കർത്താവ് തന്റെ ശിഷ്യന്മാരും ഗദരദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഏകദേശം രാത്രിയോടടുത്ത സമയത്ത് അവർ പടകിൽ കൂടിയുള്ള യാത്രയിൽ അവരിങ്ങനെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ, ഗലീല കടലിൽ കൂടി അവർ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഒരു വലിയ പ്രതിസന്ധി അവരുടെ മുൻപിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഗലീല കടലിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഗലീല കടലിൽ കൂടി യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരുടെ പടകിന് നേരെ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, അവരൊട്ടും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ വലിയൊരു പ്രതിസന്ധി അവരുടെ മുൻപിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. വലിയ കാറ്റും കോളും തിരമാലകളൊക്കെ അവരുടെ പടകിന് നേരെ ആഞ്ഞടിക്കുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ആ ചരിത്രങ്ങളിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. അവരൊട്ടും പ്രതീക്ഷിക്കുന്നില്ല തങ്ങളുടെ ജീവിതത്തിന് നേരെ ഇങ്ങനെ ഒരു പ്രതിസന്ധി കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അല്ലെങ്കിൽ അവരുടെ യാത്രാമധ്യേ അവർ കടന്നു പോകുന്ന യാത്രയിൽ അവർ മുൻപോട്ടുള്ള അവരുടെ യാത്രയിൽ ഒരു വലിയ പ്രതിസന്ധി അവരുടെ മുൻപിൽ കടന്നു വരും എന്നുള്ള ഒരു ഉദ്ദേശമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊന്നും ചിന്തിക്കാതെയാണ് അവർ മുൻപോട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവരുടെ ജീവിതത്തിലേക്ക് വലിയ പ്രതിസന്ധി കടന്നു വന്നത്. കാറ്റും തിരമാലയും ഒക്കെ അവരുടെ ജീവിത പടകിനെ തകർത്ത് കളയത്തക്ക നിലവാരത്തിൽ അവരുടെ പടകിന് നേരെ ആഞ്ഞടിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമുക്കറിയാം, ശിഷ്യന്മാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഗലീല കടലിന്റെ അല്ലെങ്കിൽ ആ പശ്ചാത്തലങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ശിഷ്യന്മാര് ഏത് സമയത്താണ് കടൽ പ്രക്ഷുബ്ധമാകുന്നത്, എപ്പോഴാണ് കാറ്റും തിരമാലയും ഒക്കെ കടന്നു വരുന്നത് അല്ലെങ്കിൽ അടിക്കുന്നതെന്നൊക്കെ അവർ നന്നായിട്ട് അറിയാവുന്ന ശിഷ്യന്മാരാണ്. പക്ഷേ കർത്താവും തന്റെ ശിഷ്യന്മാരും ആ തോണിയിൽ അവരല്ലെങ്കിൽ ആ പടകിൽ യാത്ര ചെയ്യുമ്പോൾ കടലിൻ്റെതായിട്ടുള്ള ആ സ്ഥിതിഗതികളൊക്കെ അറിയാവുന്ന ശിഷ്യന്മാരുടെ പടകിന് നേരെയാണ് ആ പ്രതിസന്ധി കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അവരൊട്ടും പ്രതീക്ഷിച്ചതല്ല പ്രതിസന്ധി, ആ പ്രതിസന്ധി അവരുടെ മുൻപിലേക്ക് കടന്നു വരുമെന്ന്. പക്ഷേ ആ പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് വേണ്ടി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ കരം ആ ഗലീല കടലിന്റെ പശ്ചാത്തലത്തിലും അവർക്ക് വേണ്ടി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നപ്പോൾ അവരുടെ മുൻപിലേക്ക് കടന്നു വന്ന കാറ്റും തിരമാലയും അവരുടെ ജീവിത പടകിനെ തകർത്ത് കളയത്തക്ക അല്ലെങ്കിൽ അവരുടെ ആ പടകിനെ തകർത്ത് കളയത്തക്ക നിലവാരത്തിൽ ആ പടകിന് നേരെ ആഞ്ഞടിച്ച കാറ്റിന്റെ ശക്തിയെയും തിരമാലയുടെ ശക്തിയെയും കർത്താവ് ശാസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ ദൈവ സാന്നിധ്യം അവരുടെ ആ പടകൻ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നപ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അന്നൊരു രാത്രി വിടുതലിന്റെ രാത്രിയായി തീരുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിത പടകിന് നേരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു പക്ഷേ കാറ്റിന്റെയും തിരമാലകളുടെയും ഒക്കെ ശക്തി ഒരു പക്ഷേ കടന്നു വന്നേക്കാം. ഒരിക്കലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കണമെന്നില്ല പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിന് നേരെ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം നിങ്ങളുടെ പടകിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ തകർത്ത് കളയത്തക്ക നിലവാരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. നമ്മളാരും പ്രതീക്ഷിക്കുന്ന സമയത്തോ നമ്മളാരും അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തോ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്, പ്രതിസന്ധികൾ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്, പ്രതികൂലങ്ങൾ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്താണ് ഒരുപക്ഷെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ കടന്നു വരുന്നതെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള മുൻകരുതലുകൾ ഒരുപക്ഷെ നമുക്ക് നേരത്തെ എടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പക്ഷേ പലപ്പോഴും നമ്മളൊന്നും അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തല്ല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. നമ്മുടെ ജീവിത പടകിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ തകർത്ത് കളയത്തക്ക നിലവാരത്തിലുള്ള പ്രശ്നങ്ങൾ അനവധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പക്ഷേ അതിന്റെ നടുവിലും ദൈവ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ടെങ്കിൽ അതിന്റെ നടുവിലും വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിത സാഹചര്യം മറ്റൊരു നിലവാരത്തിലേക്ക് ദൈവം മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ ശിഷ്യന്മാരുടെ പടകിന് നേരെ ആ പടകിനെ തകർത്ത് കളയത്തക്ക നിലവാരത്തിലുള്ള പ്രതിസന്ധിയാണ് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. വലിയ കാറ്റിന്റെ ശക്തി,
തിരമാലയുടെ ശക്തി ആ പടകിന് നേരെ ആഞ്ഞടിച്ചു. പക്ഷേ ആ പടക് തകർന്നു പോകുവാനോ അവർ നശിച്ചു പോകുവാനോ എൻ്റെ ദൈവം അനുവദിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം ആ പ്രതിസന്ധിയുടെ നടുവിൽ അവർക്ക് വേണ്ടി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രി ഇതിനകത്തേക്ക് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട്, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ലൈവ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയത്തക്ക നിലവാരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന് നേരെ കടന്നു വന്നേക്കാം. നിങ്ങളെ തകർത്ത് കളയത്തക്ക നിലവാരത്തിലുള്ള, നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയത്തക്ക നിലവാരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പടകിന് നേരെ ആഞ്ഞടിച്ചു വെക്കാം. എന്നാൽ നിങ്ങൾ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം, നിങ്ങളുടെ അന്തരാത്മാവിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം, നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം ഒരിക്കലും നിങ്ങളെ തകർത്ത് കളയുവാൻ തക്കണം. ശത്രു എത്ര വലിയ പദ്ധതി ഒരുക്കി നമ്മെ തകർത്ത് കളയുവാൻ കടന്നു വന്നാലും, എന്നെ നിങ്ങളെയും തകർത്ത് കളയുവാൻ പൈശാചിക മണ്ഡലങ്ങൾ എത്ര വലിയ പദ്ധതി ഒരുക്കി കടന്നു വന്നാലും, ഇന്ന് രാത്രി നമ്മെ തകർത്ത് കളയാതെ നമ്മെ നിലനിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഈ ലോക സാഹചര്യങ്ങൾക്കൊന്നും നമ്മെ നിലനിർത്തുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ, ഈ ലോക സാഹചര്യങ്ങൾക്കൊന്നും നമ്മെ നിലനിർത്തുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മെ നിലനിർത്തുവാൻ കഴിയുന്ന ഏത് പ്രശ്നത്തിന്റെ നടുവിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് രോഗത്തിന്റെ നടുവിലും, ഏത് പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലും നമ്മെ നിലനിർത്തുവാൻ തക്കവണ്ണം കഴിവുള്ള ഒന്നുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന നസ്രായനായ യേശു ക്രിസ്തുവാണ്. പലപ്പോഴും നമ്മൾ മറ്റ് സാഹചര്യങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കിയേക്കാം. ഒരു പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ, നമ്മൾ മറ്റ് സാഹചര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ നമ്മൾ മാനുഷികമായ നിലവാരത്തിൽ നമ്മൾ നോക്കിയേക്കാം. പക്ഷെ അതൊന്നും നമ്മെ നിലനിർത്തക്ക നിലവാരത്തിലുള്ള ഒരു കാര്യങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരുകയില്ല. ആ പ്രതിസന്ധിയിൽ നമ്മെ വിടുവിക്കുവാൻ തക്കവണ്ണം, ആ പ്രതികൂലത്തിൽ നമ്മെ കരകയറ്റുവാൻ തക്കവണ്ണം തക്കതായ ഒരു സാഹചര്യങ്ങളും നമ്മുടെ മുൻപിലേക്ക് ഒരു പക്ഷെ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരുകയില്ല. പക്ഷേ ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏതു വിഷയത്തിനും പരിഹാരം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നത്തിന്റെ നടുവിൽ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ പലപ്പോഴും പല മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ട്, പല വിടുതലുകൾ അന്വേഷിച്ചുകൊണ്ട്, പല നിലവാരത്തിലുള്ള അതിൽ നിന്നുള്ള ഒരു മോചനം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട്, പല നിലവാരങ്ങളിൽ പല മേഖലകളിൽ കൂടി നമ്മൾ സഞ്ചരിക്കുവാൻ തക്കവണ്ണം, നമ്മൾ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പക്ഷേ അതൊന്നും നമ്മെ വിടുവിക്കത്തക്ക നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു ഉപകാരമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കഴിയുകയില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതു വിഷയത്തിന്റെ നടുവിലും നിങ്ങൾക്ക് മറുപടി നൽകി തരുവാൻ തക്കവണ്ണം, നിങ്ങൾക്ക് വിടുതൽ നൽകി തരുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു നസ്രയനായ യേശു ക്രിസ്തുവിനാണ്, ഒരു നല്ല കർത്താവിനെയാണ് ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത്. ഇന്ന് പ്രിയപ്പെട്ട സ്നേഹിത, നിന്റെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായിത്തീരുന്നുവെങ്കിൽ, നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ, നീ ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ക്ഷണിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ആകർഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നുവെങ്കിൽ, ഇന്ന് രാത്രി നീ അഭിമുഖീകരിക്കുന്ന സകല വിഷയങ്ങൾക്കും ഒരു പരിഹാരം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. 12 സംവത്സരം രക്തസ്രാവമുള്ള സ്ത്രീ കർത്താവിന്റെ വസ്തുത അറിഞ്ഞ് കർത്താവിന്റെ അരികിലേക്ക് അവൾ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നപ്പോൾ, അവൾ അഭിമുഖീകരിച്ച പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ദൈവ സാന്നിധ്യം അവൾക്ക് വേണ്ടി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവളുടെ മുൻപിൽ സാഹചര്യങ്ങളെല്ലാം വിഭിന്നമാണ്. യാതൊരു നിലവാരത്തിലും അവൾക്ക് കർത്താവിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം കഴിയുകയില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ ഈ ലോകത്തിലെ വൈദ്യന്മാർക്ക് കൊണ്ടുകൊടുത്തിട്ടും താൻ അനുഭവിച്ചിരുന്നതായ ആ പ്രതിസന്ധിക്ക് ഒരു വിടുതൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ല. പക്ഷേ കർത്താവിന്റെ വസ്തുത അവൾ അറിഞ്ഞ് കർത്താവിലേക്ക് അവൾ തിരിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ, ആ പ്രതിസന്ധിയുടെ നടുവിലും അവൾക്കൊരു വിടുതൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. 12 സംവത്സരമായി താൻ അനുഭവിച്ചുകൊണ്ടിരുന്നതായ പ്രതിസന്ധിയിൽ നിന്ന് അന്ന് രാത്രി അവളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ രാത്രിയായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കർത്താവിന്റെ അരികിലേക്ക് അവൾ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത് അവളുടെ ജീവിതത്തെ ആകമാനം മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി ഒരുപക്ഷെ നാം കടന്നു പോകുന്ന മേഖലകൾ വിഭിന്നമായിരുന്നേക്കാം. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായിത്തീരുന്നുവെങ്കിൽ,
ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ അഭിമുഖീകരിക്കുന്ന സകല വിഷയത്തിനും ഇന്ന് രാത്രി ഒരു മറുപടി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നീ അനുഭവിക്കുന്ന സകല പ്രതിസന്ധിക്കകത്തും ആ ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യെരിഹോവിന്റെ പടിവാതിക്കൽ ഇരുന്നു കൊണ്ട് നിലവിളിക്കുന്ന രണ്ട് കുരുടന്മാരെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 29 മുതലുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ യെരിഹോവിന്റെ പടിവാതിക്കൽ ഇരുന്നു കൊണ്ട് നിലവിളിക്കുന്ന രണ്ട് കുരുടന്മാരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവർ വലിയ പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. എന്താ അവരുടെ മുൻപിലെ പ്രതിസന്ധി? എന്താ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധി? അവർക്ക് കാഴ്ചയില്ല. അവരുടെ അവര് അന്ധന്മാരാണ്. അവർ കാഴ്ചയില്ല. അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്കകത്തുനിന്ന് ഒരു വിടുതലിനു വേണ്ടി അവർ യെരിഹോവിന്റെ പടിവാതിക്കൽ ഇരുന്നു കൊണ്ട് നസ്രായനായ യേശു ക്രിസ്തുവിനോട് അവർ നിലവിളിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ ആ ദൈവ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവർ അഭിമുഖീകരിച്ച ആ വിഷയത്തിന്റെ നടുവിൽ ദൈവ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാരണമായി തീർന്നു. തള്ളിക്കളഞ്ഞവരും നിന്ദിച്ചവരും പരിഹസിച്ചവരും ആരൊക്കെ അവരെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവരവിടെ ഇരുന്ന് നിലവിളിച്ചപ്പോൾ, കർത്താവിനോട് നിലവിളിച്ചപ്പോൾ പലരും അവരെ ശാസിക്കുവാൻ തക്കവണ്ണം ഇടയായി. പലരും അവരെ വഴക്കു പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പക്ഷേ ശാസിച്ചവരും നിന്ദിച്ചവരും പരിഹസിച്ചവരൊക്കെ നോക്കി നിൽക്കെ അതിന്റെ നടുവിലും ദൈവമഹത്വം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ പ്രതിസന്ധിയുടെ നടുവിലും ആ ദൈവമഹത്വം അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കാരണം എന്താണെന്നറിയാമോ? അതിലെ പ്രതിസന്ധിക്കകത്തും അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം അവരുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ജീവിത സാഹചര്യത്തിന്റെ നടുവിൽ നിന്ദിക്കുന്നവരുണ്ടായിരുന്നേക്കാം, പരിഹസിക്കുന്നവരുണ്ടായിരിക്കാം, ആലിൽ നമ്മെ വഴക്ക് പറയുന്നവരുണ്ടായിരിക്കാം, നമ്മെ മാറ്റി നിർത്തുന്നവരുണ്ടായിരിക്കാം, നമ്മെ ഒറ്റപ്പെടുത്തുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഒറ്റപ്പെടലിന്റെ നടുവിലും നിന്ദിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും നടുവിലും നമ്മെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കുരുടന്മാരെ യെരിഹോവിന്റെ പടിവാതിക്കൽ ഇരുന്നു കൊണ്ട് നിലവിളിച്ച കുരുടന്മാരെ അനേകര് പരിഹസിക്കുവാൻ തക്കവണ്ണം ഇടയായി, അനേകര് നിന്ദിക്കുവാൻ തക്കവണ്ണം ഇടയായി, അവരെ ഒറ്റപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷേ അവരുടെ നടുവിൽ ദൈവം അവരെ മാനിച്ചു. ദൈവ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ ദൈവം അവരെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെയും, ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ നീ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്ന് അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പരിഹാസം ഏൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതിന്റെ നടുവിലും നിന്ദിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും ഒറ്റപ്പെടുത്തുന്നവരുടെയും നടുവിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമ്പോൾ ദൈവം നിന്നെ ഏറ്റവും അവിടുന്ന് മാനിക്കുവാൻ, ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം അതിന്റെ 25-26 വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ കാരാഗൃഹത്തിന്റെ അകത്തളത്തിലേക്ക് കടന്നു വന്ന അപ്പോസ്തലന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസും സീലാസും കാരാഗൃഹത്തിന്റെ അനുഭവത്തിൽ കിടക്കുമ്പോൾ, പ്രതിസന്ധിക്കകത്ത് അവരകപ്പെട്ടപ്പോൾ ആ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലേക്കും ദൈവ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അർദ്ധരാത്രിയുടെ സമയം പൗലോസും സീലാസും പാടി ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ വേദനയുടെ നടുവിലും ആ പ്രതിസന്ധിയുടെ ഒക്കെ നടുവിൽ അർദ്ധരാത്രിയുടെ സമയം ആ ഭക്തന്മാർ കാരാഗ്രഹത്തിന്റെ അകത്തളത്തിലിരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ അവർ പാടി ആരാധിച്ചു. അവർ പാടി ആരാധിച്ചപ്പോൾ ദൈവ സാന്നിധ്യം ആ കാരാഗ്രഹത്തിന്റെ അകത്തളത്തിലേക്ക് അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എത്ര വലിയ പ്രതികൂലത്തിന്റെ നടുവിൽ നീ അകപ്പെട്ടാലും, എത്ര വലിയ പ്രതിസന്ധിക്കകത്ത് നീ അകപ്പെട്ടാലും, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. പ്രിയ സ്നേഹിത, നിന്നെ സ്നേഹിക്കുവാൻ ആരുമില്ലായിരിക്കാം, നിന്നെ കരുതുവാൻ ആരുമില്ലായിരിക്കാം, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തുന്നവരായിരിക്കാം, നിന്നെ തള്ളിക്കളയുന്നവരായിരിക്കാം, നിന്നെ മാറ്റി നിർത്തുന്നവരായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി അതിൻ്റെ നടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നിനക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടെങ്കിൽ, ആ ദൈവ സാന്നിധ്യം നിന്റെ ഹൃദയത്തിലേക്ക് നിനക്കൊന്ന് ഏറ്റെടുക്കുവാൻ, നിന്റെ ജീവിതത്തിലേക്കൊന്ന് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ശത്രുവിന്റെ മുൻപാകെ മേശയൊരുക്കി മാനിക്കുന്ന ദൈവം ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ ദൈവം തിരുത്തി കുറിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും.
പൗലോസും ശീലാസും അർദ്ധരാത്രിയുടെ സമയം അവർ കർത്താവിനെ പാടി ആരാധിച്ചപ്പോൾ, പ്രതിസന്ധിക്കകത്തും അവർ അകപ്പെട്ട ആ കാരാഗ്രഹത്തിന്റെ അകത്തളത്തിലായിരുന്നപ്പോൾ അവർ പാടി ആരാധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ ദൈവമഹത്വം അവർ അവിടെ അനുഭവിച്ചറിഞ്ഞു. ഒരിക്കലും അവരുടെ മുൻപിൽ തുറക്കത്തില്ലെന്ന് പറഞ്ഞ ആ കാരാഗ്രഹത്തിന്റെ വാതിൽ അവർക്ക് വേണ്ടി തുറക്കുവാൻ തക്കവണ്ണം ഇടയായി. അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവർക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മുൻപോട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം മാർഗമില്ലാതെ, മുൻപോട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം വഴിയില്ലാതെ, അടുത്ത നിമിഷം എന്തായി തീരുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതമാണോ? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിന്റെ അകത്തളത്തിൽ, പ്രാർത്ഥനാ മുറിക്കകത്ത് നിനക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുവെങ്കിൽ, എവിടെയാണോ വഴിയില്ലെന്ന് ശത്രു നിന്റെ മുൻപിൽ വിധി എഴുതിയത്, ഇന്ന് രാത്രി അതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം വിശ്വസ്തനാണ്. മരുഭൂമിയുടെ അനുഭവമായിരിക്കാം, മരുഭൂമിയുടെ അവസ്ഥയായിരിക്കാം, പക്ഷേ ദൈവ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുവെങ്കിൽ, ഏത് മരുഭൂമിയുടെ നടുവിലും വഴി തുറക്കുവാൻ തക്കവണ്ണം, ഏത് മരുഭൂമിയുടെ അവസ്ഥയിലും ഒരു പുതിയ നീരുറവയെ തുറന്നു തരുവാൻ തക്കവണ്ണം എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹാഗാറിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ മരുഭൂമിയിൽ പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ടു. ദൈവം തന്റെ പൈതല് മരിക്കത്തക്ക നിലവാരത്തിലായി. ഒരിറ്റു വെള്ളം കൊടുക്കുവാൻ, ഒരിറ്റു ദാഹജലം കൊടുക്കുവാൻ തക്കവണ്ണം ആ ബെർശബ മരുഭൂമിയിൽ ഇല്ലാതിരുന്നപ്പോൾ, തന്റെ കുഞ്ഞിന്റെ മരണം കാണുവാൻ തക്കവണ്ണം കഴിയാതെ ഒരു കുറുങ്കാട്ടിന്റെ തണലിൽ കൊണ്ട് തന്റെ പൈതലിനെ കിടത്തിയിട്ട് മാറിയിരുന്ന് കരയുന്ന ഒരു ഹാഗാറിനെ ആ ബെർശബ മരുഭൂമിയിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. പക്ഷേ ആ ബെർശബ മരുഭൂമിയുടെ അനുഭവത്തിലും ആലേലൂയ്ക്ക് അതിന്റെ നടുവിലും ദൈവത്തിന്റെ സാന്നിധ്യം ഹാഗാറിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ, തന്റെ പൈതലിന് വേണ്ടി ദൈവം അവിടെ ഒരു നീരുറവയെ തുറക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ജീവിത പ്രതിസന്ധികളുടെ മുൻപിൽ അകപ്പെട്ട് നട്ടം തിരിയുന്ന വ്യക്തിയാണോ നീ? കഠിനമായ രോഗത്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണോ നീ? എന്നാൽ ഇന്ന് രാത്രി ഏത് പ്രതിസന്ധിക്കകത്തും നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം വിശ്വസ്തനാ. ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നിനക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടെങ്കിൽ, ആ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവ സാന്നിധ്യം നിനക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചില പുതുവഴികളെ എന്റെ ദൈവം തുറക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനാ. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ ദൈവത്തിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറായി തീരുമോ? നിന്റെ ജീവിത പടകനെ ക്രിസ്തുവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായിത്തീരുമോ? ഇന്ന് രാത്രി പ്രതിസന്ധിക്കകത്തും വഴി തുറക്കുന്ന ദൈവം. ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിന്ന് പത്രോസ് വല കഴുകുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം പത്രോസിന്റെ പടകിനകത്ത് നിറയുവാൻ തക്കവണ്ണം ഇടയായി. ശൂന്യമായ പത്രോസിന്റെ പടകിനകത്ത് കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ പത്രോസിന്റെ ശൂന്യതയെ മാറ്റി ഒരു നിറവിന്റെ അനുഭവം നൽകിക്കൊടുത്ത ഒരു നല്ല കർത്താവിനെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത്. ഒരുപക്ഷെ നിന്റെ ജീവിതം ശൂന്യതയായിരിക്കാം, നിന്റെ ജീവിതം പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം, രോഗത്തിന്റെ അനുഭവത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പലവിധമാകുന്ന വിഷയങ്ങളുടെ നടുവിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ ഇന്ന് രാത്രി നീ മുൻപോട്ട് കടന്നു പോകുന്നത്. പക്ഷെ നിന്റെ ജീവിത പടകിനെ ഇന്ന് രാത്രി നീ ക്രിസ്തുവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായിത്തീരുന്നുവെങ്കിൽ, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത്. ഈ ലോക സാഹചര്യങ്ങൾക്കൊന്നും നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുമ്പോൾ, ഒരു മനുഷ്യന്റെ വാക്കുകൾക്കോ പ്രവർത്തികൾക്കോ ചിന്തകൾക്കോ ഒന്നും ഒരു മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുമ്പോൾ, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകിത്തരുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു നല്ല ക്രിസ്തുവിനെയാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യകളും കൊലപാതകങ്ങളും ഇന്ന് ദൈനംദിനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് മനുഷ്യൻ മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നതായ വാർത്തകൾ നമ്മുടെ മനസ്സാക്ഷി ഞെട്ടിക്കുന്നതായ സംഭവ വാർത്തകളാണ് ഓരോ നിമിഷവും നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാനും കേൾക്കുവാനും ഒക്കെ കഴിയുന്നത്. മനുഷ്യൻ പ്രതിസന്ധിക്കകത്ത് നട്ടം തിരിഞ്ഞ് അതിനകത്തുനിന്ന് പുറത്തു കടക്കുവാൻ തക്കവണ്ണം കഴിയാതെ വരുമ്പോൾ പലപ്പോഴും മനുഷ്യൻ ആശ്രയിക്കുന്ന ഒരു മാർഗമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മഹത്യ നിന്റെ ജീവിതത്തിൽ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന സകല മാനസിക സംഘർഷങ്ങൾക്കും, ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന സകല വിഷയങ്ങൾക്കും, ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന സകല പ്രതിസന്ധിക്കും ആത്മഹത്യ ഒരു പരിഹാരമല്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന നസ്രാനായ യേശു ക്രിസ്തു, ഞാൻ പ്രസംഗിക്കുന്ന നസ്രാനായ യേശു ക്രിസ്തു ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലെ സകല പ്രതിസന്ധിക്കും മറുപടി നൽകി തരുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തുന്നത്. ആ ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. അവന്റെ പേരത്ര നസ്രാനായ യേശു ക്രിസ്തു.
ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരം നൽകി തരുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് പരിഹാരം നൽകി തരുവാൻ തക്കവണ്ണം കഴിയുകയില്ല. മാനുഷിക പരിഹാരങ്ങളും മാനുഷിക ഇടപെടലുകളും മാനുഷികമായ കരങ്ങളൊക്കെ അതിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധിയുണ്ട്. എന്നാൽ നമ്മെ പരിധിയില്ലാതെ സഹായിപ്പാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസ്രനായ യേശു ക്രിസ്തുവാണ്. നമ്മോട് വാക്കു പറഞ്ഞവരെല്ലാം മാറിപ്പോകുകൊണ്ടൊക്കെ ഇടയായിത്തീരും. നമ്മോട് വാക്കു പറഞ്ഞവരെല്ലാം ഒരു സമയം കഴിയുമ്പോൾ അവർ മാറിപ്പോകുകൊണ്ടൊക്കെ ഇടയായിത്തീരും. പക്ഷെ നമ്മോട് വാക്കു പറഞ്ഞ ഒരുവനുണ്ട്, അത് ഇന്ന് രാത്രി നസ്രനായ യേശു ക്രിസ്തു. അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മോട് എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് വാക്കു പറഞ്ഞ ഒരുവനുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന നസ്രനായ യേശു ക്രിസ്തുവാണ്. മനുഷ്യൻ നമ്മോട് വാക്കു പറഞ്ഞാൽ അവരൊക്കെ മാറിപ്പോകും. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സകല വിഷയങ്ങളും കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം കർത്താവ് വിളിച്ചു പറയുകയാണ്. പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി നീ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ ക്രിസ്തുവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം നിനക്ക് കഴിയുമോ? മനുഷ്യന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അതിനൊരു പരിധിയുണ്ട്. മനുഷ്യൻ നമ്മെ സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. മനുഷ്യൻ നമ്മെ കരുതുന്നതിനൊരു പരിധിയുണ്ട്. നമ്മുടെ പ്രതിസന്ധിയിൽ മനുഷ്യന് നമ്മോട് കൂടെ ഇരിക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ നമ്മുടെ ഏത് പ്രതിസന്ധിയിലും വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നമ്മുടെ ഏത് പ്രതികൂലത്തിനകത്തും വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. കർത്താവിന്റെ ശിഷ്യന്മാർ രാത്രിയുടെ 4-ാം യാമം ഗലീല കടലിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ അവരുടെ പടകിന് നേരെ കാറ്റും തിരമാലയും കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഏകനായി മലമുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്നാൽ രാത്രിയുടെ 4-ാം യാമത്തിൽ തന്റെ ശിഷ്യന്മാരെ പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് ആ രാത്രിയുടെ 4-ാം യാമത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രതിസന്ധിക്കകത്ത് തള്ളിക്കളഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. പ്രതികൂലത്തിനകത്ത് തള്ളിക്കളഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി കണ്ടിട്ടും നിന്റെ ജീവിതത്തിലെ പ്രതികൂലം കണ്ടിട്ടും മാറി നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധിക്കകത്തും നിന്റെ ജീവിതത്തിലെ പ്രതികൂലത്തിനകത്തും ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനം 430 സംവത്സരം മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടന്നു നിലവിളിച്ചപ്പോൾ കർത്താവ് മോശയോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു, ഞാൻ എൻ്റെ ജനത്തിന്റെ നിലവിളി കേട്ടു എന്ന് കർത്താവ് മോശയോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് തൻ്റെ ജനത്തിന്റെ കഷ്ടതകളും തൻ്റെ ജനത്തിന്റെ കണ്ണുനീരും കാണുന്ന ഒരു ദൈവത്തെയാണ്, കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. പ്രിയ സ്നേഹിത, നിന്നെ കാണുവാനോ നിന്നെ സഹായിപ്പാനോ നിന്നെ കരുതുവാനോ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും ഉറ്റവരും ഉടയവരും ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഒരു പക്ഷെ നിന്നെ തള്ളിക്കളഞ്ഞാലും ഇന്ന് രാത്രി നിന്നെ തള്ളിക്കളയാതെ തൻ്റെ മാർവോട് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. തൻ്റെ മാർവോട് അണയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം നിനക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? ആ ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിലേക്ക് വേണമെന്ന് ഇന്ന് രാത്രി നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ ക്രിസ്തുവിന് വേണ്ടി ഒന്ന് പകരുവാൻ തക്കവണ്ണം നിനക്ക് കഴിയുമോ? നിന്റെ ഹൃദയത്തെ ഇന്ന് രാത്രി ക്രിസ്തുവിന് വേണ്ടി നിനക്കൊന്ന് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമോ? ഇതുവരെ നീ അനുഭവിക്കാതിരിക്കുന്ന, ഇതുവരെ നിനക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു ദൈവിക സമാധാനം, ഒരു ദൈവിക സന്തോഷം ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒരുപക്ഷെ നീ കടഭാരത്തിൽ കൂടിയായിരിക്കാം കടന്നു പോകുന്നത്, രോഗത്തിന്റെ നടുവിൽ കൂടിയായിരിക്കാം കടന്നു പോകുന്നത്. പക്ഷെ നിന്റെ ജീവിതത്തിലെ രോഗത്തെ മാറ്റി, നിന്റെ ജീവിതത്തിലെ കടഭാരത്തെ മാറ്റി, നിന്റെ ജീവിതത്തിൽ നിത്യമായ ഒരു സന്തോഷം, നിന്റെ ജീവിതത്തിൽ നിത്യമായ ഒരു സമാധാനം നിന്റെ ജീവിതത്തിൽ നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് അനേകരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു തങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അനേക കുഞ്ഞുങ്ങൾ, അനേക യൗവനക്കാര്, അനേക യുവതി യുവാക്കള് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് തങ്ങളുടെ ജീവിതം തകർത്ത് കളയുന്ന, നാളെയുടെ വാഗ്ദാനങ്ങളായിരിക്കേണ്ട, നാളെയുടെ പ്രതീക്ഷകളായിരിക്കേണ്ട അനേക യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങളൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് തങ്ങളുടെ ജീവിതത്തെ പകുതി വഴിക്ക് വെച്ച് നശിപ്പിച്ച് കളയുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുപാടുകളിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? പ്രതിസന്ധിയിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം കഴിയാതെ വരുമ്പോൾ അല്പമായ അവർ ജീവിതത്തിലെ അല്പസന്തോഷത്തിന് വേണ്ടി, അല്പനേരത്തെ സമാധാനത്തിന് വേണ്ടി തുടങ്ങുന്നതായ മദ്യപാനത്തിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗം
പിന്നീട് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂട്ടുവാൻ തക്കവണ്ണം കഴിയാതെ വരികയും അനേകര് നശിച്ചുകൊണ്ടിരിക്കുന്ന, അനേകര് തകർന്നു പോകുന്ന, ജീവിതം പരാജയത്തിന്റെ അനുഭവത്തിലേക്ക് നടന്നു നീങ്ങുന്ന സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടുകളിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി നിന്റെ പ്രതിസന്ധിക്കകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും നൽകിത്തരുവാൻ കഴിയാത്ത ഒരു ദൈവിക സന്തോഷം, ദൈവിക സമാധാനവും ഇന്ന് രാത്രി ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിലേക്കൊന്ന് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുവെങ്കിൽ ഒരു നിത്യമായ സന്തോഷം, സമാധാനവും നിനക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഏത് പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, ഏത് പ്രതികൂലം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, ഒരു ലഹരി പദാർത്ഥങ്ങൾക്കും മാറ്റുവാൻ തക്കവണ്ണം കഴിയാത്ത നിന്റെ ജീവിത സാഹചര്യങ്ങളെ ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിന്റെ പ്രതിസന്ധിയെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രതികൂല സാഹചര്യങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ക്രിസ്തുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായിത്തീരുമോ? നാളെയുടെ പ്രതീക്ഷകളായിരിക്കുന്ന, നാളെയുടെ ഉന്നത സ്ഥാനങ്ങളിലെത്തേണ്ട അനേകരാണ് ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് തങ്ങളുടെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ആത്മഹത്യയുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സ്ഥിതിവിശേഷം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായിത്തീരുമോ? ഇവിടെ ഗലീല കടലിന്റെ പശ്ചാത്തലത്തിൽ ശിഷ്യന്മാരെ പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ടപ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ തന്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. വീട് നാം പഠിക്കുമ്പോൾ, വേദപുസ്തക ചരിത്രങ്ങൾ നാം പഠിക്കുമ്പോൾ, ഇയ്യോബിനെ കുറിച്ച് നാം പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമ്പോൾ പ്രതിസന്ധിയുടെ അകങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യനാണ് ഇയ്യോബ്. തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സർവ്വതും നഷ്ടപ്പെട്ട്, തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകലതും നഷ്ടപ്പെട്ടിട്ടും പ്രതിസന്ധിക്കകത്ത് നട്ടം തിരിഞ്ഞ ഇയ്യോബ്, പക്ഷെ അവൻ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ ദൈവസാന്നിധ്യം ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിനെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇയ്യോബിന്റെ അവസാന പുസ്തകങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ, അവസാന അധ്യായങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയായി ദൈവം ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് മടക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കാരണം എന്താണെന്നറിയാമോ? തന്റെ ജീവിതത്തിൽ താൻ അഭിമുഖീകരിച്ച പ്രതിസന്ധിയുടെ നടുവിൽ ആ ദൈവസാന്നിധ്യം ഇയ്യോബിനെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം, തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സകലതും, തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സകല നന്മകളും അനുഗ്രഹങ്ങളും ഇയ്യോബിന്റെ ജീവിതത്തിൽ ദൈവം മടക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന, ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പ്രതിസന്ധിക്കകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. പ്രതികൂലത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി എത്ര പേർ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എത്ര പേർക്ക് അത് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പലപ്പോഴും ഈ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം പരാജയത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം നിനക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നുവെങ്കിൽ നിന്റെ ജീവിതം ഒരു പരാജയമല്ല, നിന്റെ ജീവിതം ഒരു വിജയത്തിലേക്ക് ചെന്നെത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മനുഷ്യൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പരാജയത്തിന്റെ അനുഭവത്തിലേക്ക് നടന്നു നീങ്ങാനല്ല മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും മനുഷ്യനെ പരാജയത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ക്രിസ്തു നിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ മാറ്റി, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മാറ്റി ഇന്ന് രാത്രി നിനക്കൊരു വിടുതൽ നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ പ്രതിസന്ധിക്കകത്തും വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തെ മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നയിലെ വിധവ ഒരു വലിയ പ്രതിസന്ധിക്കകത്ത് അകപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്താ അവളുടെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധി? തനിക്കുണ്ടായിരുന്ന ഏക മകൻ ഈ ലോകത്തോട് വിട പറയുവാൻ തക്കവണ്ണം ഇടയായി. ഒരു വലിയ പ്രതിസന്ധിക്കകത്താണ് അവൾ കടന്നു വരുവാൻ, അവൾ അകപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഇനി യാതൊരു പ്രതീക്ഷയുമില്ല തന്റെ മുൻപിൽ. സകല സാധ്യതകളും നഷ്ടപ്പെട്ട്, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട്, തനിക്കുണ്ടായിരുന്ന ഏക മകനായിരുന്നു, ഏക പ്രതീക്ഷയായിരുന്നു, ഏക ആശ്വാസമായിരുന്നു ആ മകൻ. പക്ഷേ അവനാണിപ്പോൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുവാൻ തക്കവണ്ണം ഇടയായത്. എന്നാൽ ആ പ്രതിസന്ധിക്കകത്തും ആ പ്രതികൂലത്തിനകത്തും അവൾ അകപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ആ പ്രതിസന്ധിക്കകത്തും അവൾക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയത്, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അവളുടെ ജീവിതത്തിൽ അവൾക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ തന്റെ മകനെ കർത്താവ് അവൾക്ക് മടക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രതിസന്ധിക്കകത്ത് ദൈവസാന്നിധ്യം നിനക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്.
സാധ്യതകളൊന്നും ഒരുപക്ഷെ നിന്റെ മുൻപിൽ ഇല്ലായിരിക്കാം, ഒരു പ്രതീക്ഷയും ഇല്ലായിരിക്കാം. എന്നാൽ സകല സാധ്യതകളും നഷ്ടപ്പെട്ട്, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട്, പ്രതിസന്ധി മാത്രം മുൻപിൽ കണ്ട് പ്രതിസന്ധിക്കകത്തൂടെ മാത്രം മുൻപോട്ട് കടന്നു പോകുന്ന വ്യക്തിയാണോ നീ? എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതിൻ്റെ നടുവിലും നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. പ്രതിസന്ധിക്കകത്തും വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി നിനക്ക് ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? ആ ദൈവത്തിന്റെ കരുതൽ ഇന്ന് രാത്രി നിനക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ആ ദൈവിക കരുതൽ ഇന്ന് രാത്രി നിനക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നോട്ടെ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നോട്ടെ, രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നോട്ടെ. പക്ഷെ അതിൻ്റെ നടുവിലും ആ ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുവെങ്കിൽ, പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി നിന്റെ ജീവിതം ഒരു പരാജയമല്ല. ഇന്ന് രാത്രി നിന്റെ ജീവിതം ഒരു വിജയത്തിന്റെ അനുഭവത്തിലേക്ക് ചെന്നെത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സാധ്യതകൾ നഷ്ടപ്പെടുന്ന മേഖലകളായിരിക്കും, പ്രതീക്ഷകൾ ഉണ്ടായിരിക്കുകയില്ല. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട മേഖലകളായിരിക്കാം, സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ട മേഖലകളായിരിക്കാം. പക്ഷേ അതിൻ്റെ നടുവിലും ദൈവ സാന്നിധ്യം നിനക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടെങ്കിൽ, ആ പ്രതിസന്ധിക്കകത്തും ദൈവ സാന്നിധ്യം നിനക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടെങ്കിൽ, എവിടെയാണോ നഷ്ടപ്പെട്ടു പോയത് അതിനെ മടക്കി തരുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ആ ഒരു നല്ല കർത്താവിനെയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുൻപിൽ ഉയർത്തിക്കാട്ടുന്നത്. ആ ക്രിസ്തുവിന് വേണ്ടി ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ ഒന്ന് മാറ്റി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമോ? നിന്റെ ജീവിത പടങ്ങനെ ആ ക്രിസ്തുവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായിത്തീരുമോ? ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പ്രതിസന്ധിക്കകത്തകപ്പെട്ട എബ്രായ ബാലന്മാരെ കുറിച്ച് നമുക്ക് അവിടെ പഠിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. തീച്ചുള്ളയുടെ അനുഭവം 7 മടങ്ങായി വർദ്ധിച്ചപ്പോഴും, ആ പ്രതിസന്ധിക്കകത്ത് അവരകപ്പെട്ടപ്പോഴും, അവർ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ അവർക്ക് വേണ്ടി ആ പ്രതികൂലത്തിൻ്റെ അകത്തളത്തിലും ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്, 3 പേരെയാണ് നാം ബന്ധിച്ച് തീച്ചുളയ്ക്കകത്തേക്ക് വലിച്ചെറിഞ്ഞത്. പക്ഷേ 4മതൊരുവനും കൂടി അവരോട് കൂടെ ആ തീക്കകത്ത് കെട്ടഴിഞ്ഞ് നൃത്തം ചെയ്യുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടെന്ന് രാജാവ് വിളിച്ചു പറയുവാനിടയായി. പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി നീ ഏതു പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ടാലും, തീച്ചുളയുടെ അനുഭവം 7 മടങ്ങ് വർദ്ധിച്ചാലും, ഇന്ന് രാത്രി നീ അതിനകത്ത് അകപ്പെട്ടാലും ആ തീച്ചുളയ്ക്കകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നിന്നെ ആ തീച്ചുളയ്ക്കകത്ത് തള്ളിക്കളയാതെ അതിൻ്റെ നടുവിലേക്ക് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം, നിന്നോട് കൂടെ നൃത്തം ചെയ്യുന്ന, നിന്നോട് ചേർന്ന് നിൽക്കുന്ന, നിന്നോട് ചേർന്നിരിക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ദാനിയേലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, ദാനിയേലിന് വിരോധമായി ശത്രുക്കൾ രേഖ എഴുതി ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടയായി. ദാനിയേലിനെ സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പക്ഷേ ദാനിയേലിന് വേണ്ടി ദൈവം ആ സിംഹക്കൂട്ടിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് രാത്രി നോക്കിക്കേ, പ്രതിസന്ധി എത്ര വലുതാണ്, പ്രതികൂലങ്ങൾ എത്ര വലുതാണ്, നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന സാഹചര്യങ്ങൾ എത്ര വലുതാണ്. നമ്മെ വിഴുങ്ങിത്തക്ക തലത്തിലുള്ള പ്രശ്നങ്ങളല്ലേ നമ്മുടെ മുൻപിലേക്ക് അനുനിമിഷം കടന്നു വരുന്നത്. നമ്മെ തകർത്ത് കളയത്തക്ക നിലവാരത്തിലുള്ള, നമ്മെ നശിപ്പിച്ച് കളയത്തക്ക നിലവാരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമല്ലേ ഓരോ നിമിഷം നമ്മൾ അഭിമുഖീകരിക്കുന്നത്. പക്ഷെ അതിൻ്റെ നടുവിലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി വരുന്ന, ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിച്ചറിയണമെങ്കിൽ, ആ യഥാർത്ഥമായ ദൈവത്തിന്റെ കരത്തിലേക്ക്, ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഇന്ന് രാത്രി ആ ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിന്റെ കരത്തിലേക്ക് ഇന്ന് രാത്രി നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമോ? ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. പ്രതിസന്ധിക്കകത്തും വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികൾ കടന്നു വന്നു, എത്രയോ ബുദ്ധിമുട്ടുകളും നിരാശയുടെ അനുഭവങ്ങളും രോഗത്തിന്റെ അനുഭവങ്ങളും ഒക്കെ കടന്നു വന്നു. എന്നാൽ അവിടെ നിന്ന് നമ്മെ തകർത്ത് കളയാതെ നമ്മെ നിലനിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നമ്മുടെ കഴിവോ, നമ്മുടെ മിടുക്കോ, നമ്മുടെ പണത്തിന്റെ കൂടുതലുകൊണ്ടോ, നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ ആ ബലം കൊണ്ടോ ഒന്നുമല്ല നമ്മൾ നിൽക്കുന്നത്. പിന്നെയോ നമ്മോട് വാക്ക് പറഞ്ഞൊരുവനുണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളെ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ഒരു ദൈവ സാന്നിധ്യം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധിക്കകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യം. ആ ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ ഇന്ന് രാത്രി നമുക്കായിരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്.
ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ പ്രതിസന്ധിക്കകത്ത് വെളിപ്പെടുന്ന ആ ദൈവ സാന്നിധ്യം എത്ര പേർക്ക് തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേർക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. പ്രിയ സ്നേഹിത, ഒരു പക്ഷേ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ലൈവിൽ കൂടി ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ ദൈവ സാന്നിധ്യത്തെ നിനക്ക് തിരിച്ചറിയണമെങ്കിൽ, ആ ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിച്ചറിയണമെങ്കിൽ ക്രിസ്തുവിലേക്ക് നിന്റെ ഹൃദയത്തെ ഒന്ന് പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടന്ന അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവ് ഇന്ന് രാത്രി ഓരോ ഹൃദയവാതിലിനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നിന്റെ ഹൃദയവാതിലിനെ ക്രിസ്തുവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായിത്തീരുമോ? ഇന്ന് രാത്രി ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ ഒന്ന് തുറക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമോ? നിന്റെ ഹൃദയത്തെ ക്രിസ്തുവിന് വേണ്ടി ഒന്ന് തുറക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവൻ നിന്റെ ജീവിതത്തിൽ വസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഇരിക്കാം, നമ്മോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ക്രിസ്തു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അല്ല, നമ്മെ ഓരോരുത്തരും സ്നേഹിച്ചു, മാനവജാതിയെ സ്നേഹിച്ചു. പാപത്തിന്റെ അനുഭവത്തിലേക്ക് ആണ്ടുപോയ മാനവജാതിയെ വീണ്ടെടുക്കുവാൻ കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമായി തീർന്ന ഒരു നസ്രനായ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തുന്നത്. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന്റെ പാപപരിഹാരത്തിനു വേണ്ടി, മനുഷ്യന്റെ രോഗത്തിനു വേണ്ടി, നാം അനുഭവിക്കുന്ന നിന്ദയ്ക്കും നാം അനുഭവിക്കുന്ന പരിഹാസത്തിനും നാം അനുഭവിക്കുന്ന രോഗത്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ ഒരു അകർത്യയാഗമായി തീർന്നു. പ്രിയ സ്നേഹിത, ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നിനക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ടോ? ആ ദൈവ സാന്നിധ്യമാണ് നിന്റെ പ്രതിസന്ധിക്കകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ആ ക്രിസ്തുവിന്റെ സ്നേഹമാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ആ ക്രിസ്തുവിന്റെ കരുതലാണ് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഉലകത്തിൽ ഒരു മനുഷ്യനും നമ്മെ തേടി വരുവാനില്ലാതിരുന്നപ്പോൾ, ഉലകത്തിൽ ഒരു വ്യക്തിയും നമ്മെ തേടി വരുവാൻ ഈ ലോകത്തിലില്ലാതിരുന്നപ്പോൾ, സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ്, സ്വർഗത്തിലെ സകല നന്മകളും വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് ക്രിസ്തു നമ്മെ തേടി വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട, ഞാനും നിങ്ങളും കടന്നു പോകണ്ട, ഞാനും നിങ്ങളും കടന്നു പോകേണ്ട മരണം ക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. നാം അനുഭവിക്കേണ്ട നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ ഒരു യാഗമായി തീർന്നു. റോമൻ പടയാളികളുടെ ചാട്ടവാറിന്റെ അടിയേറ്റ് അവന്റെ പുറം ഒരു ഉഴവുചാല് പോലെ കീറി മുറിച്ചപ്പോഴും, അവന്റെ പുറത്തുനിന്ന് ചോരത്തുള്ളികൾ ധാരധാരയായി ഇറ്റിറ്റു വീണപ്പോഴും ആ വേദനകളെല്ലാം ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചു. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിനു വേണ്ടി, നമ്മുടെ രോഗത്തിനു വേണ്ടി, നമ്മുടെ നിന്ദയ്ക്ക് വേണ്ടി. അതെല്ലാം ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചു. ആ ക്രിസ്തുവിന്റെ സ്നേഹമാണ് നാം അനുഭവിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധിക്കകത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്? ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്? പ്രിയ സ്നേഹിത, ക്രിസ്തു നമുക്ക് വേണ്ടിയേറ്റ കഷ്ടതകൾ, ക്രിസ്തു നമുക്ക് വേണ്ടിയേറ്റ വേദനകൾ, ആ വേദനയുടെ അനുഭവം, ആ വേദനയും ക്രിസ്തു നമുക്ക് വേണ്ടിയേറ്റ കഷ്ടതകളും ഒക്കെ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിക്കകത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യമാണ്. ഇന്ന് രാത്രി നമുക്കത് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ പടകിനെ, നമ്മുടെ ജീവിത പടകിനെ, നമ്മുടെ ജീവിതത്തെ ഇന്ന് രാത്രി ക്രിസ്തുവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായിത്തീരുമോ? ആ കാൽവറിയിലേക്ക് ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ ഇന്ന് രാത്രി നമുക്കൊന്ന് ഉയർത്താം. ഇന്ന് രാത്രി ആ കാൽവറിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തു. ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തയേശു നാമത്തിലുള്ള നന്ദിയും വന്ദനത്തെ പറയുന്നു. പ്രതിസന്ധിയിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം ഒരിക്കൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ സ്വർഗം ഇന്ന് രാത്രി നമുക്ക് അവിടുന്ന് കൃപ തരുമാറാകട്ടെ. സ്വർഗം ഇന്ന് രാത്രി നമുക്ക് അവിടുന്ന് നന്മകളും അനുഗ്രഹങ്ങളും പകർന്നു തരുമാറാകട്ടെ. വിശേഷാൽ ഇന്ന് രാത്രി ലൈവിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ കർത്തദാസനും കുടുംബത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ തക്കോണം ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കോണം ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദിവസങ്ങളിൽ അടയ്ക്കാം. ഒരു പക്ഷേ ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വിഭിന്നമായിരുന്നേക്കാം. പ്രതിസന്ധിക്കകത്തുകൂടിയായിരിക്കാം കടന്നു പോകുന്നത്. പക്ഷേ ഇന്ന് രാത്രി അതിനകത്തും വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്.
പരിശുദ്ധനായ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല രാത്രിക്കായി വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഫേസ്ബുക്ക് ലൈവിൽ കർത്താവേ, അങ്ങയുടെ വചനമായി നിൽപ്പനടിനെ അവിടുന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വചനം ശ്രദ്ധിച്ച കർത്താവേ, ആരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ നടുവിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ ദൈവിക വചനം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ, അവരുടെ ജീവിതത്തിൽ ഒരു ബലമായി തീരുവാൻ, വിടുതലായി തീരുന്നതൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ, പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവേ, ദൈവിക സാന്നിധ്യം, ദൈവിക കരുതലും ദൈവിക സ്നേഹവും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കണം സ്വർഗ്ഗോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ധ്വനിയും കർത്താവെ അതിൻ്റെ പ്രവർത്തനങ്ങളെ സ്വർഗ്ഗോട് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയബൻ സംഭാഷണ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് മക്കളെ ധാരാളം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക നന്മകളാൽ അവിടെ നിറച്ചു മാനിക്കണം, സ്വർഗ്ഗത്തിലെ സകലാത്മിക ഭൗതിക നന്മകളാൽ അവിടെ നിറച്ചു മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലൈവ് ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി കർത്താവെ, സ്വർഗ്ഗത്തിലെ നന്മകളാൽ അവിടെ നിറച്ചു മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വഴി നടത്തുമാറാകണം. സ്വർഗ്ഗം പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഒരിക്കൽ കൂടി ലൈവ് ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകം ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ഇന്ന് രാത്രി നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രതിസന്ധിയിലും വെളിപ്പെടുന്ന ആ ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി അനുഭവിച്ചറിയുവാൻ സ്വർഗ്ഗം നമുക്ക് അവിടുന്ന് കൃപ തരുമാറാകട്ടെ. ദൈവം ഇന്ന് രാത്രി നമ്മെ ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ആമേൻ.